ഭക്ത, നീ ഇപ്പോൾ ആരെയോ ഓർത്ത് നിശ്ശബ്ദമായി വേദനിക്കുകയാണ്. ഒരിക്കൽ നിന്നെ ഏറെ സ്നേഹിച്ചവൻ, അല്ലെങ്കിൽ നീ അതിയായി സ്നേഹിച്ച ഒരാൾ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ തോന്നാം. പക്ഷേ ഓർക്കുക, നിന്റെ ജീവിതത്തിൽ വന്ന ഓരോ മനുഷ്യനും ഒരു കാരണത്തോടെയാണ് വന്നത്. ചിലർ നിന്നെ സന്തോഷിപ്പിക്കാൻ വരും, ചിലർ പാഠം പഠിപ്പിക്കാൻ വരും, ചിലർ നിന്റെ ഹൃദയം തകർത്തു നീ എത്ര ശക്തനായ വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. നിന്റെ ഹൃദയത്തിൽ ഒരാളോട് സത്യമായ പ്രണയം ഉണ്ടെങ്കിൽ ആ സ്നേഹം ഒരിക്കലും വ്യർത്ഥമാകില്ല. പക്ഷേ ഓർക്കുക, എല്ലാവരും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കാനല്ല വരുന്നത്. ചിലർ വരുന്നത് നിന്നെ സ്നേഹത്തിന്റെ അർത്ഥം പഠിപ്പിക്കാനാണ്, ചിലർ വരുന്നത് വിടപറയലിന്റെ വേദന മനസ്സിലാക്കിക്കൊടുക്കാനാണ്. നീ ഒരാളെ അതിയായി സ്നേഹിച്ചു, അവർ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് ദുഃഖിക്കേണ്ട. കാരണം സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയം നിനക്കുണ്ട് എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. നിന്നെ ഉപേക്ഷിച്ചവർ നിന്റെ വില അറിയാത്തവരാണ്, അതുകൊണ്ട് നിന്റെ മൂല്യം കുറയില്ല. ഭഗവാൻ പറയുന്നു, നിനക്കായി സൃഷ്ടിക്കപ്പെട്ട ബന്ധം എത്ര ദൂരം പോയാലും തിരികെ നിന്റെ ജീവിതത്തിലേക്ക് എത്തും. നിന്റെ കണ്ണീരുകൾ ഞാൻ കാണുന്നു, നിന്റെ നിശബ്ദമായ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുന്നു. ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേർപാട് ഒരു ദിവസം നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിനുള്ള വഴിയാകും. അതുകൊണ്ട് ആരെയെങ്കിലും പിടിച്ചു നിർത്താൻ നിന്റെ മനസ്സ് തകർത്ത് ശ്രമിക്കരുത്. നിനക്കുള്ളത് നിനക്കായി തന്നെ നിലയ്ക്കും. നിന്നെ വിട്ടുപോകുന്നത് നിനക്കുള്ളതല്ല. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ തകർന്നു പോകരുത്. കാരണം ഭഗവാൻ നിനക്കായി അതിലും മനോഹരമായൊരു സ്നേഹം കരുതിയിരിക്കുന്നു. വിശ്വസിക്കുക, ശരിയായ വ്യക്തി ശരിയായ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് വരും. പ്രണയം എന്നത് വെറും ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അത് ആത്മാവിന്റെ ബന്ധമാണ്. രണ്ടു ഹൃദയങ്ങൾ തമ്മിലുള്ള സത്യമായ ബന്ധം സമയം കൊണ്ടോ ദൂരം കൊണ്ടോ ഇല്ലാതാകില്ല. ഒരാൾ നിന്നെ വിട്ടുപോയി എന്നത് സ്നേഹം അവസാനിച്ചു എന്നർത്ഥമല്ല. ചിലപ്പോൾ ഭഗവാൻ തന്നെ ചിലരെ അകറ്റും. കാരണം നിനക്കായി അതിലും നല്ലൊരു വഴിയാണ് അദ്ദേഹം ഒരുക്കുന്നത്. നീ ഒരാളെ വളരെ സത്യമായി സ്നേഹിച്ചു. നിന്റെ മനസ്സിൽ കപടതയില്ലാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചു. പക്ഷേ അവർ നിന്നെ മനസ്സിലാക്കിയില്ല, നിന്നെ വിലമതിച്ചില്ല. അതുകൊണ്ട് നിന്റെ സ്നേഹം ചെറിയതാകുന്നില്ല. സത്യമായി സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയം വളരെ അപൂർവമാണ്. അതൊരു ദൈവാനുഗ്രഹമാണ്. നീ ഇന്ന് ഒറ്റപ്പെട്ടതായി തോന്നാം. നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നാം. എന്നാൽ ഭഗവാൻ പറയുന്നു, നീ ഒറ്റയല്ല. നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഇപ്പോൾ നീ കാണുന്നത് വേദന മാത്രമാണ്, പക്ഷേ ഞാൻ കാണുന്നത് നിന്റെ ഭാവിയിലെ സന്തോഷമാണ്. നിന്റെ മനസ്സ് ആരെയെങ്കിലും തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ ഓർമ്മ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? എങ്കിൽ കേൾക്കൂ, നിനക്കായി സൃഷ്ടിക്കപ്പെട്ട ബന്ധം എത്ര അകന്നാലും തിരികെ നിന്റെ ജീവിതത്തിലേക്ക് വരും. ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയാൽ അത് നിനക്കുള്ളതല്ലായിരുന്നു. സത്യമായ സ്നേഹം ഓടിമറയില്ല, അത് സമയം എടുത്താലും തിരികെ നിന്നെ കണ്ടെത്തും. നിന്റെ ജീവിതത്തിൽ വരേണ്ട ശരിയായ വ്യക്തി ഇപ്പോഴും വഴിയിലാണ്. അവർ നിന്നെ മനസ്സിലാക്കും, നിന്റെ മൗനം കേൾക്കും, നിന്റെ കണ്ണീരിന്റെ കാരണം ചോദിക്കും, നിന്റെ കുറവുകൾക്കൊപ്പം നിന്നെ സ്നേഹിക്കും. ആ സ്നേഹം നിന്നെ തകർക്കില്ല, മറിച്ച് നിനക്ക് സമാധാനം നൽകും. അതുവരെ ക്ഷമിക്കൂ. നിന്നെ വേദനിപ്പിച്ചവരെ വിട്ടേക്കൂ. കഴിഞ്ഞ ഓർമ്മകളെ പിടിച്ചു നിൽക്കരുത്. നിന്റെ ഹൃദയം ശാന്തമാക്കൂ. ഭഗവാൻ നിനക്കായി എഴുതിയ കഥയിൽ ഈ അദ്ധ്യായം മാത്രം അവസാനിച്ചിരിക്കുന്നു. മുഴുവൻ കഥ അവസാനിച്ചിട്ടില്ല. വിശ്വസിക്കൂ. നീ നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന സ്നേഹത്തേക്കാൾ മനോഹരമായൊരു അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുകയാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന വേർപാട് നാളെ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കും. കാരണം ഭഗവാൻ നിന്റെ ഹൃദയം വെറുതെ വേദനിപ്പിക്കില്ല. അവൻ ഓരോ വേദനയ്ക്കും പിന്നിൽ ഒരു അദ്ഭുതം ഒളിപ്പിച്ചിരിക്കുന്നു. നീ ഒരാളെ സ്നേഹിച്ചപ്പോൾ നിന്റെ മുഴുവൻ ഹൃദയവും നൽകി. അവരോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ടു. ചെറിയ കാര്യങ്ങളിലും അവരുടെ ഓർമ്മകളിൽ സന്തോഷം കണ്ടെത്തി. എന്നാൽ ഇന്ന് ആ വ്യക്തി നിന്റെ അരികിൽ ഇല്ലെന്ന് കാണുമ്പോൾ നിന്റെ മനസ്സ് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തിന് ഞാൻ മാത്രം ഇത്രയും വേദനിക്കണം? അവർ തിരികെ വരുമോ? ഈ ചോദ്യങ്ങൾ എല്ലാം നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടാകും. പക്ഷേ ഭഗവാൻ പറയുന്നു, ചില ഉത്തരങ്ങൾ സമയം തന്നെയാണ് നിനക്ക് നൽകുക. ഇന്ന് നിനക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നാളെ വ്യക്തമായി കാണും. നീ ഇപ്പോൾ നഷ്ടമായി കരുതുന്ന ഈ ബന്ധം ഒരുപക്ഷേ നിന്റെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കാനായി നടന്ന ഒരു പരീക്ഷണമായിരിക്കാം. നിന്റെ ഹൃദയം തകർന്നത് നിന്റെ ജീവിതം അവസാനിച്ചതിനല്ല, പുതിയൊരു തുടക്കത്തിനായാണ്. ഒരു കാര്യം ഓർക്കുക, സത്യമായ സ്നേഹം ഒരിക്കലും ഭയത്തിൽ നിൽക്കില്ല, അത് സംശയത്തിൽ വളരുകയുമില്ല. സത്യമായ സ്നേഹമുള്ളവർ അകന്നാലും അവരുടെ മനസ്സ് നിന്നെ മറക്കില്ല. അവർ തിരികെ വരേണ്ടവരാണെങ്കിൽ ജീവിതം തന്നെ അവരെ വീണ്ടും നിന്റെ മുന്നിലെത്തിക്കും. അതിനായി നീ നിന്റെ ആത്മാവിനെ തകർക്കേണ്ടതില്ല, കാത്തിരിക്കുക മാത്രം മതി. ഭഗവാൻ പറയുന്നു, ചിലപ്പോൾ നീ ഒരാളെ വിട്ടേക്കേണ്ടി വരും, കാരണം നീ പിടിച്ചു നിർത്തുന്നത് നിന്റെ സമാധാനത്തെ തകർക്കുന്നു. പ്രണയം നിനക്ക് കണ്ണീർ മാത്രം തരുന്നുവെങ്കിൽ അത് നിന്റെ ഹൃദയത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. യഥാർത്ഥ അനുഗ്രഹം അല്ല, സ്നേഹം നിന്നെ ചെറുതാക്കാൻ അല്ല, നിന്റെ ജീവിതം കൂടുതൽ മനോഹരമാക്കാനാണ് വരേണ്ടത്. ഇന്ന് നീ അവരുടെ സോഷ്യൽ മീഡിയ നോക്കി അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ടാകാം. പഴയ സന്ദേശങ്ങൾ വായിച്ച് കരയുന്നുണ്ടാകാം. ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ ഭഗവാൻ പറയുന്നു, കഴിഞ്ഞതിൽ കുടുങ്ങി നിൽക്കരുത്. നീ നഷ്ടപ്പെട്ടത് ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയോടൊപ്പം നീ സ്വപ്നം കണ്ട ഭാവിയാണ്.
ആ ഭാവിയേക്കാൾ മനോഹരമായൊരു ജീവിതം ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നു. നിന്റെ ഹൃദയം ഇപ്പോൾ ശൂന്യമെന്നു തോന്നാം. പക്ഷേ ആ ശൂന്യത വെറുതെയല്ല, അത് പുതിയൊരു സ്നേഹത്തിന്, പുതിയൊരു അനുഗ്രഹത്തിന്, പുതിയൊരു മനുഷ്യൻ സ്ഥലം ഒരുക്കുകയാണ്. നീ ഒരിക്കൽ ഈ ദിവസങ്ങളെ ഓർത്തു നോക്കുമ്പോൾ, എനിക്ക് ഇത്രയും വേദന നൽകിയതു എന്തിനെന്ന് അല്ല, അത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തുമായിരുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ഇന്നൊരു കാര്യം മാത്രം ചെയ്യൂ. നിന്റെ ഹൃദയം ഭഗവാന്റെ കൈകളിൽ വിടൂ. നീ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതെല്ലാം അവന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കൂ. നിന്നെ സത്യമായി സ്നേഹിക്കുന്നവൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്കുള്ളത് തിരികെ വരും. നിനക്കുള്ളതല്ലാത്തത് എത്ര പിടിച്ചാലും നിലനിൽക്കില്ല. ഭഗവാൻ പറയുന്നു, നിന്റെ പ്രണയകഥ ഇതോടെ അവസാനിച്ചിട്ടില്ല. നീ ഇപ്പോൾ വായിക്കുന്നത് വേദനയുടെ ഒരു അധ്യായം മാത്രം. പക്ഷേ അടുത്ത അധ്യായത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് സമാധാനവും സത്യമായ സ്നേഹവും കടന്നുവരും. വിശ്വസിക്കൂ, നിന്റെ കണ്ണീർ വെറുതെയാകില്ല. നീ സ്നേഹിച്ച അത്രയും സത്യമായൊരു ഹൃദയത്തിന് ഭഗവാൻ ഏറ്റവും മനോഹരമായൊരു തിരിച്ചടി സ്നേഹത്തിന്റെ രൂപത്തിൽ നൽകും. രാധകൃഷ്ണ പ്രണയം പോലെ നിനക്കും മനോഹരമായ സത്യമായ പ്രണയം നിന്റെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാകും.